ഇടാൻ വേണ്ടിയിട്ടാണ്. ആയിരത്തി 1971 നടന്ന ഒരു പാക് ഇന്ത്യ യുദ്ധത്തിന്റെ ആ ഒരു ചരിത്ര ഓർമ്മകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ ആ വ്യക്തി പറയുന്നത് ചൗധരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അവസാനത്തെ ഓർമ്മ മുഖത്ത് ബുള്ളറ്റ് തറയ്ക്കുന്നതാണ്. 1971 യുദ്ധ ഓർമ്മകൾ പങ്കുവെച്ച് ചൗധരി എന്ന് പറയുന്ന ആ ഒരു സഹോദരന്റെ ആ ഒരു ക്യാപ്റ്റൻ GR ചൗധരിയാണ്, സാധാരണക്കാരനല്ല. അപ്പോ ക്യാപ്റ്റൻ GR ചൗധരിയുടെ വാക്കുകൾ നമുക്ക് ഒന്ന് കണ്ണോടിക്കാം അല്ലെ. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാത്തതായിട്ടും ഉണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രങ്ങൾ നമ്മൾ എത്ര പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് എവിടേക്കെയോ എന്തൊക്കെയോ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴത്തെ ജനറേഷൻ ചില കുട്ടികൾ പറയും, ഈ നിങ്ങൾക്കൊന്നും ഒരു വിവരവുമില്ല, നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിയില്ലേ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിന്റെ മുൻപുള്ള ആളുകളെയും അതുപോലെ നമ്മളെയൊക്കെ അങ്ങനെ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഹ്യൂമൻസ് ഓഫ് ബോംബെയിലാണ് പാക് തടവിലായത് ഉൾപ്പെടെയുള്ള യുദ്ധ ഓർമ്മകൾ ചൗധരി പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൽ പ്രവേശിച്ച് 2 മാസം മാത്രമുള്ളപ്പോഴാണ് ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിക്കുന്നത്. ആലോചിക്കണം. അപ്പോൾ എത്ര കാലം മുതൽ നമ്മുടെ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1971 കാശ്മീർ അതിർത്തിയിലായിരുന്നു എൻ്റെ നിയമനം. തുടക്കത്തിൽ പാകിസ്ഥാനെ തുരത്തുന്നതിൽ നാം വിജയിച്ചു. ഡിസംബർ 6 കഴത്തക്കാരെ തുരത്തുന്നതിനായി നാം പാകിസ്ഥാൻ മണ്ണിൽ പ്രവേശിച്ചു. എനിക്കൊപ്പമുണ്ടായിരുന്നവർ മരിച്ചു വീണു, പക്ഷേ ഞാൻ പോരാട്ടം തുടർന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട എൻ്റെ അവസാനത്തെ ഓർമ്മ എൻ്റെ മുഖത്ത് ബുള്ളറ്റ് തറക്കുന്നതായാണ്. പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ചുമരിന് അഭിമുഖമായി തലയ്ക്ക് തോക്ക് ചൂണ്ടി നിർത്തിയിരിക്കുകയാണ്. ഞാൻ പാകിസ്ഥാന്റെ തടവിലായി. ആഴ്ചകളോളം അവരെന്നെ ഉപദ്രവിച്ചു. ഇന്ത്യൻ പട്ടാളക്കാരെ കണ്ണുകെട്ടി മനുഷ്യത്വരഹിതമായി അവർ മർദ്ദിച്ചു. നിന്നെ ഞാൻ എന്തിന് കൊല്ലാതിരിക്കണമെന്നാണ് എന്നെ ചികിത്സിച്ചിരുന്ന സർജൻ എന്നോട് ചോദിച്ചത് എന്നാണ്. 3-ാം ദിവസം എനിക്കവർ ഒരു പത്രക്കടലാസിൽ പൊതിഞ്ഞ് ഭക്ഷണം നൽകി. വെടിനിർത്തൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു, ബംഗ്ലാദേശ് രൂപപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അതിൽ ഞാൻ വായിച്ചു. അതോടെ എൻ്റെ മാനസിക നില മാറി. അവരെന്നെ കൊന്നാലെന്ത്, ഇല്ലെങ്കിലെന്ത്, ഇന്ത്യ വിജയിച്ചിരിക്കുന്നു, അത് മതി എന്നാണ് ആ ഒരു ക്യാപ്റ്റൻ GR ചൗധരി പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കൊല്ലപ്പെട്ടതായി എൻ്റെ മാതാപിതാക്കളെ ഇവർ വിവരം അറിയിച്ചു. മകൻ മരിച്ച വാർത്ത സത്യമാണെങ്കിൽ എൻ്റെ മക്കളെ ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ ഇനിയും ഞാൻ അയക്കുമെന്നാണ് അതിന് എൻ്റെ അമ്മ നൽകിയ മറുപടി. പക്ഷേ തടവിൽ കഴിഞ്ഞ കാലത്ത് ചില നല്ല ഓർമ്മകളുണ്ട്. ഒരു പാക് പട്ടാളക്കാരൻ എന്നോട് രാമായണത്തിന്റെ കോപ്പി ചോദിച്ചു. ഇന്ത്യൻ സൈനിക മേധാവികളെ പോലെയുള്ളവർ നേതൃത്വം നൽകിയിരുന്നെങ്കിൽ തങ്ങളും ജയിക്കുമായിരുന്നു എന്ന് പറഞ്ഞ പാക് സൈനികരുണ്ട്. ഒടുവിൽ 11 മാസത്തിനും 125 ദിവസത്തിനും ശേഷം അവരെന്നെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ തടവിൽ കഴിയുന്ന പാക് പട്ടാളക്കാരുടെ മോചനത്തിനായി വാഗ അതിർത്തിയിലൂടെ ഞാനും എന്നെപ്പോലെ പാക് പിടിയിലായ 524 പട്ടാളക്കാരും രാജ്യത്തേക്ക് പ്രവേശിച്ചു. ആ നിമിഷം വിശ്വസിക്കാനാവാത്ത പോലെയായിരുന്നു. ഞാൻ എൻ്റെ ശരീരത്തിൽ നുള്ളി നോക്കി. ഒടുവിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അതിർത്തി കടന്നെത്തിയ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ആലിംഗനം ചെയ്തു. നീ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് അറിയാമായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. ആ നിമിഷം എൻ്റെ ദുഃഖങ്ങൾ അണമുറിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു കാൺപൂരിൽ. 4 വർഷം കൂടി സൈന്യത്തെ സേവിച്ചു.
IAS ഓഫീസറാകുന്നതിനായി 76-ൽ സൈന്യത്തിൽ നിന്ന് ഞാൻ പോന്നു. എന്നാൽ പരീക്ഷയിൽ വിജയിക്കാനായില്ല. പിന്നീട് ഒരു ബാങ്കിൽ ജോലി നോക്കി. 2016-ൽ നീണ്ട വർഷങ്ങളുടെ സേവനത്തിന് ശേഷം ഞാൻ വിരമിച്ചു. ഞാൻ ഇന്ന് ഒരു സ്കൂൾ നടത്തുകയാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഞാൻ എവിടെയാണെന്നത് ഒരു വിഷയമേ അല്ല. പട്ടാള മൂല്യങ്ങൾ ഇന്നും ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ച് എന്നും ഞാൻ എൻ്റെ കുട്ടികളോട് സംസാരിക്കാറുണ്ട്. ഒരു പട്ടാളക്കാരനായാണ് ഞാൻ ജനിച്ചത്, അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യുമെന്ന് അഭിമാനത്തോടെ പറഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻ GR ചൗധരി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇന്ത്യയുടെ ആ ഒരു ചരിത്ര സംഭവങ്ങൾ മനസ്സിൽ ഓർമ്മക്കുറിപ്പുകളായി അവശേഷിക്കുന്ന ഒരുപാട് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആ ഒരു നല്ല മനുഷ്യർ, അവർ പകർന്നു കൊടുത്തതായ ചരിത്രങ്ങളും ഇന്ത്യയിൽ ഒളിഞ്ഞു കിടപ്പുള്ളത് പോലെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്വതന്ത്രമാക്കി തന്ന ആ ഒരു ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കയ്യിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തിയ നമ്മുടെ പൂർവികരായിട്ടുള്ള ആ മനുഷ്യരുടെ ആ ഒരു വിയർപ്പും അവരുടെ ചോരയും പൊടിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭംഗിയായിട്ട് ഈ രാജ്യത്തെ നമ്മുടെ കൈകളിൽ തന്നത്. ആ രാജ്യത്തെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, നമ്മുടെ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഏതൊരു മനുഷ്യരാണെങ്കിലും അവരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മനുഷ്യ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? നിങ്ങൾക്ക് സംസ്കാരമുണ്ടോ? നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ രാജ്യത്ത് അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ